السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. اتقوا الله عباد الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിദായത്തുകളെക്കുറിച്ചായിരുന്നു പരാമർശിച്ചത്. 5 തരത്തിലുള്ള ഹിദായത്തുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. തുടർന്ന് പറയുന്ന കാര്യം, അവിശ്വാസികൾക്കും ദുർമാർഗികൾക്കും ഹിദായത്ത് ലഭിക്കുകയില്ലെന്ന് അള്ളാഹു പ്രസ്താവിക്കാറുള്ളത് ഇവയിൽ 4-മത്തേതും 5-മത്തേതുമായ ഹിദായത്തുകളെ ഉദ്ദേശിച്ചാകുന്നു. അതായത് ഹിദായത്ത് തൗഫീഖ് എന്ന് പറഞ്ഞ ഹിദായത്തും സ്വർഗത്തിലേക്ക് വഴി നയിക്കുക എന്ന് പറഞ്ഞ ഹിദായത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ മറ്റോ ഹിദായത്ത് നൽകുന്നതല്ല എന്ന് പറയുമ്പോൾ അതിൽ 1-മത്തെയും 2-മത്തെയും 5-മത്തെയും ഹിദായത്തുകൾ ഉൾപ്പെടുന്നു. ഈ 3ഉം അള്ളാഹുവിൽ നിന്ന് മാത്രം സിദ്ധിക്കുന്നവയാകുന്നു. 1-മത്തെയും 2-മത്തെയും 3-മത്തെയും ഹിദായത്തുകൾ സത്യവിശ്വാസികൾക്കും അല്ലാത്തവർക്കും നൽകപ്പെടുന്നവയാണ്. ഇവിടെ ഹിദായത്ത് കൊണ്ടുള്ള ഉദ്ദേശ്യം മേൽ വിവരിച്ച എല്ലാ ഇനങ്ങളും ആയിരിക്കാമെങ്കിലും 4ഉം 5ഉം ഇനങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കപ്പെടുന്നത്. ഭാഷാപരമായി നോക്കുമ്പോൾ ഹുദായും ഹിദായത്തും ഒരുപോലെയാണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നും അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഹിദായത്തിനെ ഉദ്ദേശിച്ചാണ് ഖുർആനിൽ ഹുദ എന്ന് പറയുന്നുള്ളതെന്നും പറയാറുള്ളതെന്നും ഇമാം റാഗിബ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹ്, സൂറത്ത് ആൽ ഇംറാനിലെ ആയത്താണ്. ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ, സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. എന്താ അർത്ഥം? പറയുക, നിശ്ചയമായും ഹുദ അള്ളാഹുവിൻ്റെ ഹുദയാകുന്നു. പറയുക, നിശ്ചയമായും അള്ളാഹുവിൻ്റെ ഹുദയാണ് ഹുദ പോലെയുള്ള വചനങ്ങൾ അദ്ദേഹം തെളിവായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി ഹുദ എന്ന വാക്കാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന തൗഫീഖ് കൊണ്ട് കിട്ടുന്ന ഹിദായത്ത് എന്നാണ് വ്യാഖ്യാനിക്കുന്നത്. ഹിദായത്തിൻ്റെ വിവരണത്തിൽ പണ്ഡിതന്മാരുടെ വ്യത്യസ്തങ്ങളായ പ്രസ്താവനകൾ കാണാം. പലതും തത്വത്തിൽ യോജിക്കുമെങ്കിലും ചിലത് വിമർശന വിധേയങ്ങളോ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നതോ ആയിരിക്കും. ആധുനിക ഖുർആൻ വ്യാഖ്യാതാക്കളുടെ പ്രസ്താവനകളിലാണ് ഈ ദോഷം കൂടുതൽ പ്രകടമാകുന്നത്. ഈ ഖുർആൻ വചനത്തിന് ചിലർ നൽകുന്ന വ്യാഖ്യാനം കാണുമ്പോൾ ഹിദായത്തിൻ്റെ അതിപ്രധാനമായ പല വശങ്ങളും അവർക്ക് ചിന്താവിഷയമേ അല്ലെന്ന് തോന്നിപ്പോകും. ഇങ്ങനെയുള്ള ചില വസ്തുതകളെ പരിഗണിച്ചാണ് ഈ വിഷയം ഇവിടെ കുറച്ചൊന്ന് വിശദീകരിക്കേണ്ടി വന്നത്. ഖുർആനിൽ ഹിദായത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന പല സന്ദർഭങ്ങളിലും ഈ വിശദീകരണം ഓർമ്മയിലുണ്ടായിരിക്കുന്നത് പ്രയോജനകരമായിരിക്കുമെന്നാണ് പ്രത്യേകത ഓർമ്മിപ്പിക്കുകയാണ്. ഈ 5 തരം ഹിദായത്തിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഖുർആനിൽ ഹിദായത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം എന്നർത്ഥം. വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ മുൻനിർത്തി തന്നെയാണ് ഇമാം റാഗിബ് റഹ്മത്തുള്ളാഹി തൻ്റെ ഖുർആൻ നിഘണ്ടുവിൽ ഹിദായത്തിൻ്റെ വിവരണത്തിനായി കുറേ പേജുകൾ വിനിയോഗിച്ചിരിക്കുന്നതും. അറബി അറിയാവുന്നവരും താല്പര്യമുള്ളവരും ആ പേജുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇമാം റാഗിബിൻ്റെ വിശദീകരണക്കുറിപ്പൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നർത്ഥം. ചൊവ്വായ പാത അഥവാ വളവും വക്രതയുമില്ലാത്ത വഴി, അസ്സിറാത്തുൽ മുസ്തഖീം കൊണ്ട് വിവക്ഷിക്കപ്പെട്ടതെന്തെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് തന്നെ സാമാന്യം മനസ്സിലാക്കാവുന്നതാണ്. എന്താണ് സിറാത്തുൽ മുസ്തഖീം എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ചൊവ്വായ പാത അഥവാ വളവും വക്രതയുമില്ലാത്ത വഴി കൊണ്ട് വിവക്ഷിക്കപ്പെട്ടതെന്തെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്നു തന്നെ സാമാന്യം മനസ്സിലാക്കാവുന്നതാണ്. എന്നാലും വിശദീകരണത്തിൽ വ്യാഖ്യാതാക്കൾ പലരും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു കാണാം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ചൂണ്ടിക്കാട്ടിയതുപോലെ ബാഹ്യത്തിൽ അവ വ്യത്യസ്തങ്ങളായി തോന്നുമെങ്കിലും വാസ്തവത്തിൽ അവയെല്ലാം ഒരേ ആശയത്തിൽ ചെന്ന് കലാശിക്കുന്നവയാകുന്നു. അതായത് അള്ളാഹുവും അവൻ്റെ റസൂലും നിർദ്ദേശിച്ചു തന്ന മാർഗം എന്നതിൽ ആ പ്രസ്താവനകളെല്ലാം എത്തിച്ചേരുന്നു. ഈ വസ്തുത ഇമാം ഇബ്നു ജരീറും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പലരുടെയും വ്യാഖ്യാനങ്ങൾ ഉദ്ധരിച്ച ശേഷം എല്ലാ വ്യാഖ്യാനത്തിനും വെച്ച് നല്ല വ്യാഖ്യാനം ഇതാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നു, അള്ളാഹുവേ, നീ തൃപ്തിപ്പെട്ടവരും നിന്റെ അടിയാന്മാരിൽ നീ അനുഗ്രഹിച്ചിട്ടുള്ളവരുമായ ആളുകൾക്ക് നീ തൗഫീഖ് ചെയ്ത് സാധിപ്പിച്ചു കൊടുത്ത വാക്കുകളിലും പ്രവൃത്തികളിലും ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ എന്നാണ് ഉദ്ദേശ്യം. ഈ പറഞ്ഞതാണ് ചൊവ്വായ പാത. കാരണം സൂറത്ത് നിസാ 69 പറഞ്ഞതുപോലെ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള നബിമാർ
സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ, അതായത് സജ്ജനങ്ങൾ എന്നിവർക്ക് തൗഫീഖ് ലഭിച്ച അക്കാര്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ആർക്ക് തൗഫീഖ് ലഭിക്കുന്നുവോ അവർക്ക് ഇസ്ലാമിനെ ആചരിക്കുവാനും റസൂലുകളുടെ സത്യത അംഗീകരിക്കുവാനും വേദഗ്രന്ഥങ്ങളെ മുറുകെ പിടിക്കുവാനും അള്ളാഹു കൽപ്പിച്ചതിനെ അനുസരിക്കുവാനും വിരോധിച്ചതിനെ വർജിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരുടെയും സജ്ജനങ്ങളുടെയും മാർഗം പിൻപറ്റുവാനും തീർച്ചയായും തൗഫീഖ് ലഭിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ചൊവ്വായ പാത കൊണ്ടുള്ള ഉദ്ദേശ്യം വിവരിക്കുന്നതിൽ വന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെ ഇബ്നു ജരീർ റഹ്മഹുല്ല ഈ വിവരണത്തിൽ കൂട്ടിയിണക്കി സംയോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് ചൊവ്വായ പാത എന്നർത്ഥം. ചൊവ്വായ മാർഗം സ്വീകരിച്ചവരാണല്ലോ സത്യവിശ്വാസികൾ. എന്നിരിക്കെ തങ്ങൾക്ക് സിദ്ധിച്ചു കഴിഞ്ഞ ആ കാര്യത്തിനു വേണ്ടി നമസ്കാരങ്ങളിലും മറ്റും ഈ പ്രാർത്ഥന പിന്നെയും പിന്നെയും അവർ ആവർത്തിക്കുന്നത് എന്തിനാണ്? ശ്രദ്ധേയമായൊരു ചോദ്യമാണിത്, അല്ലേ? ഹിദായത്തിനായ ആൾക്കാർ തന്നെ പിന്നെ ഇതിനത് പറയുന്നത് എന്ന് സംശയിക്കാമല്ലോ. ഇതുപോലെയുള്ള ചില സംശയങ്ങൾ വേറെ ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് തോന്നുവാൻ അവകാശമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഉപകരിക്കുന്ന ഒരു മറുപടി ഈ സംശയത്തിന് ഇബ്നു കസീർ റഹ്മഹുല്ലാ ഇവിടെ നൽകിയിരിക്കുന്നു. അതിൻ്റെ സാരം ഇപ്രകാരമാണ്: സിദ്ധിച്ചു കഴിഞ്ഞ അതേ കാര്യം പിന്നെയും സിദ്ധിക്കുവാനല്ല ഈ പ്രാർത്ഥന. അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് മനുഷ്യന് സദാസമയത്തും ലഭിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അതാണ്. അവൻ്റെ മാർഗത്തിൽ നിന്ന് വഴി പിഴച്ചു പോകാതെ സ്ഥിരചിത്തതയോടെ അതിൽ ഉറച്ചു നിൽക്കുവാനും അതിൽ അഭിവൃദ്ധിയും വളർച്ചയും ലഭിച്ചുകൊണ്ടിരിക്കുവാനും അള്ളാഹുവിൻ്റെ സഹായവും തൗഫീഖും സിദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ സ്വന്തം ദേഹത്തിന് പോലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ മനുഷ്യന് കഴിവില്ല. ആകയാൽ അള്ളാഹുവിൻ്റെ സഹായ ഹസ്തം എല്ലാ സമയത്തും തൻ്റെ നേരെ നീട്ടിക്കൊണ്ടിരിക്കുവാൻ അവനോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണെന്ന് ഇതുമൂലം ഉണർത്തുന്നു. ഇക്കാരണത്താൽ തന്നെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാനും സത്യവിശ്വാസികളോട് അള്ളാഹു ഉപദേശിച്ചത്. സൂറത്ത് ആൽ ഇംറാനിൽ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ. ഞങ്ങൾക്ക് നിന്റെ പക്കൽ നിന്ന് നീ കാരുണ്യം പ്രദാനം ചെയ്യുകയും വേണമേ. നിശ്ചയമായും നീ തന്നെയാണ് വലിയ ദാനക്കാരൻ. ആൽ ഇംറാനിലെ 8-ാമത്തെ ആയത്താണ്. വളരെ ശ്രദ്ധേയമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഏത് മനുഷ്യനും ഏത് സമയത്തും സന്മാർഗത്തിൽ തെറ്റിപ്പോകാൻ ഏറെ സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നിരന്തരമായി അള്ളാഹുവിനോട് ഈ കാര്യം ചോദിച്ചുകൊണ്ടേയിരിക്കണമെന്ന് പറയുന്നത്. അസ്റാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാത കൊണ്ടുള്ള വിവക്ഷ എന്താണെന്നും അതിൻ്റെ ക്രിയാത്മകവും നിഷേധാത്മകവുമായ വശങ്ങൾ ഏതാണെന്നും ചുരുങ്ങിയ വാക്കുകളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ളവരുടെ പാത. ഇതിൻ്റെ ക്രിയാത്മക വശം അതാണ്. ഈ അനുഗ്രഹീതർ ആരാണെന്നും അവർ ചരിച്ച പാതയിലൂടെ ചരിക്കുവാൻ നാം എന്ത് ചെയ്യേണ്ടതുണ്ടെന്നും മറ്റൊരു വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അള്ളാഹു പറയുന്നു സൂറത്തു നിസായിലെ 69-ാമത്തെ ആയത്ത്. ആരാണ് ഈ അനുഗ്രഹീതരെന്നും പിന്നെ അവർ ചരിച്ച പാതയിൽ ചരിക്കാൻ നമ്മളെന്താ ചെയ്യേണ്ടതെന്നും അള്ളാഹു വ്യക്തമാക്കുകയാണ്. എന്താണത്? ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അള്ളാഹുവിനെയും റസൂലിനെയും ആർ അനുസരിക്കുന്നുവോ അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹം ചെയ്തു കൊടുത്തിട്ടുള്ള നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ എന്നിവരോട് കൂടെയായിരിക്കും. അവർ വളരെ നല്ല സുഹൃത്തുക്കളാകുന്നു. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതിൻ്റെ ഒരു വിശദീകരണം തന്നെയാണ് അല്പം മുമ്പ് ഇബ്നു ജരീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണിയിലൂടെ നമ്മൾ വായിച്ചത്. ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ബൈദാവി റഹ്മഹുല്ലാ പ്രസ്താവിച്ച ചില പ്രസ്താവനകളുടെ രത്നച്ചുരുക്കം അറിയുന്നതും സന്ദർഭോചിതമായിരിക്കുമെന്ന് തോന്നുന്നു. അതിങ്ങനെ ഉദ്ധരിക്കാം: അള്ളാഹുവിൻ്റെ അനുഗ്രഹം കണക്കറ്റതാണെങ്കിലും അവയെ ഐഹികമെന്നും പാർത്തികമെന്നും രണ്ടായി ഭാഗിക്കാം. ഒന്നാമത്തേത് 2 വിധത്തിലുണ്ട്: ദൈവികമായി സിദ്ധിക്കുന്നതും പരിശ്രമം വഴി സിദ്ധിക്കുന്നതും
ദൈവികമായതിനും രണ്ട് വകയുണ്ട്, ആത്മീയവും ശാരീരികവും. ആത്മാവ് വിശേഷ ബുദ്ധി, കാര്യഗ്രഹണ ശക്തി, ചിന്താശക്തി ആദിയായവ ആത്മീയങ്ങളത്രേ. ശരീരഘടന, ആകൃതി, ആരോഗ്യം, സൗന്ദര്യം ആദിയായവ ശാരീരികങ്ങളുമാകുന്നു. സൽസ്വഭാവം, യോഗ്യത, പാണ്ഡിത്യം, സൗന്ദര്യം ആദിയായവ ശാരീരികങ്ങളാകുന്നു. സൽസ്വഭാവം, യോഗ്യത, പാണ്ഡിത്യം, നേതൃത്വം, സംസ്കാരം, സമ്പത്ത്, സ്വാധീനം ആദിയായവയും ദുർഗുണങ്ങളിൽ നിന്ന് സംശുദ്ധമായിരിക്കലുമെല്ലാം അധ്വാനം വഴി സിദ്ധിക്കുന്ന അനുഗ്രഹങ്ങളാണ്. രണ്ടാമത്തേത് പാരത്രികമായത്, പാപം പൊറുക്കപ്പെടൽ, അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ലഭിക്കൽ, പുണ്യവാളന്മാരുടെ കൂട്ടത്തിൽ ശാശ്വത വിജയവും സ്വർഗീയ ജീവിതവും സിദ്ധിക്കൽ പോലെയുള്ള അനുഗ്രഹങ്ങളാകുന്നു. ഈ ഒടുവിൽ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട അനുഗ്രഹങ്ങളും അവ ലഭിക്കുവാൻ സഹായകമായി തീരുന്ന മറ്റു വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ അനുഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ബൈളാവി റഹ്മത്തുള്ളാഹി വിശദീകരിച്ച വിശദീകരണമാണ് ഇപ്പോൾ കേട്ടത്. ആ പാതയുടെ നിഷേധാത്മക വശം ഇതാണ്: ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ, അതായത് കോപവിധേയരും വഴിപഴച്ചവരുമായ ആളുകൾ സ്വീകരിച്ചതല്ലാത്ത മാർഗം എന്ന് സാരം. എന്നാൽ കോപബാധിതരും വഴിപഴച്ചവരും എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണെന്നാണ് ഇനി ആലോചിക്കാനുള്ളത്. അഹ്മദ്, തിർമുദി, ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തിം, ഇബ്നു ഹിബ്ബാൻ റഹിമഹുമുല്ല മുതലായവർ ഉദ്ധരിച്ച ചില ഹദീസുകളിൽ കോപബാധിതത കൊണ്ട് ഉദ്ദേശ്യം, ഈ കോപബാധിത എന്ന് പറഞ്ഞാൽ ആരാണ് ഉദ്ദേശിക്കുന്നത്? യഹൂദികളാണെന്നും വഴിപഴച്ചവരെ കൊണ്ട് ഉദ്ദേശം നസ്വാറ, അതായത് ക്രിസ്ത്യാനികളാണെന്നും നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി വന്നിരിക്കുന്നു. സ്വഹാബികളിൽ നിന്നും അപ്രകാരം റിവായത്തുകൾ കാണാം. ഈ രണ്ട് വാക്കുകളുടെയും വ്യാഖ്യാനത്തിൽ ഇതല്ലാത്ത മറ്റൊരു വ്യാഖ്യാനം ഉള്ളതായി എനിക്കറിഞ്ഞുകൂടാ എന്ന് പോലും ഇബ്നു അബി ഹാത്തിം പ്രസ്താവിച്ചതായി കാണുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വ്യാഖ്യാനം നിലവിലിരിക്കെ മറ്റു വ്യാഖ്യാനങ്ങൾ ആരായേണ്ടതില്ലെന്ന് വ്യക്തമാണ്. എന്നാൽ കോപവിധേയർ യഹൂദികളും വഴിപഴച്ചവർ ക്രിസ്ത്യാനികളുമാണെന്ന് വരുവാൻ കാരണം എന്താണെന്നും അള്ളാഹുവിൻ്റെ കോപത്തിനും വഴിപഴവിനും കാരണമാകുന്ന ആ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ മാർഗം എന്താണെന്നും നിശ്ചയമായും ആലോചിക്കേണ്ടതുണ്ട്. ചുരുക്കി വിവരിക്കുകയാണെങ്കിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ പറയാം: സത്യം അന്വേഷിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുകയാണ് അനുഗ്രഹീതരുടെ മാർഗം. സത്യം അറിഞ്ഞിട്ടും അത് അനുഷ്ഠാനത്തിൽ വരുത്താതെ പുറം തള്ളിക്കളയുകയാണ് കോപവിധേയരുടെ മാർഗം. സത്യം മനസ്സിലാക്കാതെ സത്യമാർഗം തെറ്റിപ്പോകുന്നതാണ് വഴിപഴച്ചവരുടെ മാർഗം. യഹൂദികളെ ഉദ്ദേശിച്ച് കോപവിധേയരായവർ എന്ന് പറഞ്ഞത് അവർ അറിവുണ്ടായിട്ടും അതിന് എതിർ പ്രവർത്തിച്ചുകൊണ്ടാണെന്നും, ക്രിസ്ത്യാനികളെ പറ്റി വഴിപഴച്ചവർ എന്ന് പറഞ്ഞത് അവർ സത്യം അറിയാതെ പിഴച്ചത് കൊണ്ടാണെന്നും ഇമാം ഇബ്നു തൈമിയ റഹ്മഹുല്ലയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. മൊത്തത്തിൽ പറഞ്ഞാൽ കോപവിധേയർ യഹൂദരും വഴിപഴച്ചവർ ക്രിസ്ത്യാനികളും തന്നെ. എങ്കിലും ഇവരല്ലാത്തവരിലും കോപത്തിന് വിധേയരായവരും വഴിപഴച്ചവരുമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം മനഃപൂർവ്വം അതിനെ പരിത്യജിക്കുന്നവരെ പറ്റി ഫഅലൈഹിം അഗ്ളബും മിനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപമുണ്ടായിരിക്കും. ഖുർആനിലെ 16-ാമത്തെ സൂറത്തായ സൂറത്തുൻ നഹ്ലിലെ 106-ാമത്തെ ആയത്ത്. എന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന അവിശ്വാസികളെപ്പറ്റി ഖദ് ദല്ലൂ ദലാലൻ ബഈദ, അവർ വിദൂരമായ വഴിപഴവ് പഴച്ചു പോയിരിക്കുന്നു. സൂറത്ത് നിസായിലെ 167-ാമത്തെ ആയത്ത് എന്നും പറയുന്നു. കപടവിശ്വാസികളെയും മുശ്രിക്കുകളെയും സംബന്ധിച്ച് വഗളിബല്ലാഹു അലൈഹിം വലഅനഹും, അള്ളാഹു അവരുടെ മേൽ കോപിക്കുകയും അവരെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്ത് നിസായിലെ സൂറത്തുൽ ഫത്ഹിലെ 6 എന്നും പറഞ്ഞിരിക്കുന്നു. ഒരു സമുദായം എന്ന നിലക്ക് കോപശാപങ്ങളിൽ യഹൂദ സമുദായവും വഴിപഴവിൽ ക്രിസ്തീയ സമുദായവും മുന്നിട്ട് നിൽക്കുന്നു എന്നായിരിക്കും മേൽ സൂചിപ്പിച്ച ഹദീസുകളുടെ താല്പര്യം. അല്ലാഹു അലം. യഹൂദികളെപ്പറ്റി മൻ ലഅനഹുല്ലാഹു വഗളിബ അലൈഹി, അള്ളാഹു ശപിക്കുകയും കോപിക്കുകയും ചെയ്തവർ, സൂറത്ത് മാഇദയിലെ 60-ാമത്തെ ആയത്താണ്. എന്നും ലഅനല്ലാഹു ബികുഫ്രിഹിം, ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ അവിശ്വാസ നിമിത്തം അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. സൂറത്തുൽ ബഖറ 88-ാമത്തെ ആയത്ത് എന്നും അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. ക്രിസ്ത്യാനികളെപ്പറ്റി ഖദ് ദല്ലൂ മിൻ ഖബ്ലു വഅദല്ലൂ കസീറൻ വദല്ലൂ അൻ സവാഇസ് സബീൽ,
അവർ മുമ്പേ വഴി പഴച്ചിട്ടുണ്ട്. വളരെ ആളുകളെ പിഴപ്പിക്കുകയും ചൊവ്വായ മാർഗം വിട്ട് പിഴക്കുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മാഇദ 77-ാമത്തെ ആയത്ത് എന്നും പ്രസ്താവിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയരാകാതെ സത്യമാർഗത്തിൽ നിന്ന് വഴി പഴച്ചു പോകാതെ അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രങ്ങളായി തീരുന്ന സജ്ജനങ്ങളിൽ അവൻ നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇമാം മുസ്ലിം, നസായി റഹിമഹുമുള്ള മുതലായവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നമസ്കാരം എനിക്കും എൻ്റെ അടിയാനുമിടയിൽ 2 പകുതിയായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ അടിയാൻ ചോദിക്കുന്നത് അവൻ ലഭിക്കുന്നതാണെന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അടിയാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ അടിയാൻ എന്നെ സ്തുതിച്ചു. അവൻ അർ-റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ അടിയാൻ എന്നെ പുകഴ്ത്തി പറഞ്ഞു. അവൻ മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, എൻ്റെ അടിയാൻ എന്നെ മഹത്വപ്പെടുത്തി. അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എനിക്കും എൻ്റെ അടിയാനുമിടയിലുള്ള കാര്യമാണ്. എൻ്റെ അടിയാൻ ചോദിക്കുന്നത് അവന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് അവൻ പറഞ്ഞാൽ അള്ളാഹു പറയും, ഇത് എൻ്റെ അടിയാനുള്ളതാണ്, അവൻ ചോദിക്കുന്നത് അവന് ലഭിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ മനസ്സറിഞ്ഞ് ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നവർക്കാണ് ഈ മറുപടിയൊക്കെ കിട്ടുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അശ്രദ്ധമായി അലക്ഷ്യമായി നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈ പറയപ്പെട്ട ജവാബ്, അതായത് അള്ളാഹുവിൻ്റെ മറുപടി ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സൂറത്ത് ഓതിക്കഴിയുമ്പോൾ അതോട് ചേർന്ന് ആമീൻ ചൊല്ലേണ്ടതുണ്ടെന്നും ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും നാം മുമ്പ് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലിയിരുന്നതായി അഹ്മദ്, അബൂദാവൂദ്, തുർമുദി മുതലായവർ രേഖപ്പെടുത്തിയ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ചില റിവായത്തുകളിൽ തിരുമേനി അത് നീട്ടി ചൊല്ലിയിരുന്നതായും മറ്റു ചിലതിൽ ഉറക്കെ ചൊല്ലിയിരുന്നതായും വന്നിരിക്കുന്നു. നമസ്കാരത്തിൽ ഇതൊരു ബലപ്പെട്ട സുന്നത്തുമത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞുകൊള്ളണം. കാരണം ഒരാളുടെ ആമീൻ പറയൽ മലക്കുകൾ ആമീൻ പറയുന്നതുമായി യോജിച്ചു വന്നാൽ അവന് അവൻ്റെ മുൻ കഴിഞ്ഞ പാപം പൊറുക്കപ്പെടുന്നതാണ്. ബുഖാരി, മുസ്ലിം ധരിക്കുന്ന ഹദീസാണ്. ചില ആളുകൾ ആ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കാറുണ്ട്. ഇമാമ് ആമീൻ പറയുന്നതോട് കൂടിയാണ് നമ്മൾ ആമീൻ പറയേണ്ടത്. ചിലപ്പോൾ ഇമാമ് വലദ്ദാലി എന്ന് പറയുമ്പോഴേക്ക് ആമീൻ പറയുന്ന ആൾക്കാരുണ്ട്. അത് പാടില്ല. ഇമാമ് വലദ്ദാലി എന്ന് പറഞ്ഞ് ഇമാമ് ആമീൻ എന്ന് പറയുമ്പോഴാണ് നമ്മളും ആമീൻ പറയേണ്ടത്. ഉറക്കെ പറയണം. വേറെയും ഹദീസുകൾ ആമീനെ പറ്റി ഉദ്ധരിക്കപ്പെടാനുണ്ട്. അപ്പോൾ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അല്ലാഹുമ്മ ലക്കൽ ഹംദു വൽ മിന്ന വൽ ഫദ്ലു വ അൻതൽ മുവഫിഖ് വൽ മുഈൻ ലിമാ തുഹിബ്ബു വ തർദാ. ഇനി സൂറത്തുൽ ബഖറ നമ്മുടെ വിജ്ഞാന പരീക്ഷയിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് അടുത്ത ഭാഗം നമുക്ക് ഈ ടേമിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് സൂറത്തുൽ ബഖറൻ്റെ കുറച്ച് ആയത്തുകൾ. സൂറത്തുൽ ബഖറ മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 286, വിഭാഗം അതായത് റുക്കൂ 40. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണിത്. സൂറത്തുൽ ബഖറ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ്. ഇതിൻ്റെ മിക്ക ഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീന ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ അവതരിച്ചതാകുന്നു. ചുരുക്കം ചില ആയത്തുകൾ അവസാന കാലങ്ങളിൽ അവതരിച്ചവയുമാണ്. ഖുർആന്റെ അവതരണം ആദ്യം തൊട്ട് അവസാനം വരെ ക്രമത്തിലോ ഓരോ സൂറത്തുകളായോ ആയിരുന്നില്ലെന്നും സന്ദർഭവും ആവശ്യവും അനുസരിച്ച് പലപ്പോഴായി അവതരിക്കുകയുമായിരുന്നു പതിവെന്നും അപ്പോൾ അവതരിക്കുന്ന ഭാഗങ്ങൾ ഇന്നിന്ന സൂറത്തുകളിൽ ഇന്നിന്ന ഭാഗത്ത് ചേർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തുകാരോട് കൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നതെന്നും മറ്റും മുഖവുരയിൽ വിവരിച്ചത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ ഖുർആൻ പരിഭാഷയുടെ മുഖവുരയിൽ പറഞ്ഞു പോയിട്ടുണ്ടെന്നർത്ഥം. ഇനി ഈ സൂറത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളെ പിന്നെ പരാമർശിക്കുന്നത് മൗലിക തത്വങ്ങൾ, വിശ്വാസ സിദ്ധാന്തങ്ങൾ, കർമ്മപരമായ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, സാരോപദേശങ്ങൾ, ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ, ചരിത്ര സംഭവങ്ങൾ,
സദാചാര മൂല്യങ്ങൾ, സന്തോഷ വാർത്തകൾ, താക്കീതുകൾ എന്നിങ്ങനെയുള്ള തുറകളിൽ മറ്റു സൂറത്തുകളെ അപേക്ഷിച്ച് ഈ സൂറത്തിൽ കൂടുതൽ കാണാവുന്നതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റു സൂറത്തിലും കാണാം, പക്ഷേ അത് കൂടുതലായിട്ട് ഈ സൂറത്തിൽ കാണാം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചില നബി വചനങ്ങളിൽ ഈ സൂറത്തിനെ പറ്റി സിനാമുൽ ഖുർആൻ വദർവതുഹു, ഖുർആനിൻ്റെ പൂഞ്ഞും അതിൻ്റെ കൊടുമുടിയും എന്ന് പറഞ്ഞിരിക്കുന്നതും. ഒട്ടകം, കാള മുതലായവയുടെ പുറത്ത് ഏറ്റവും പൊന്തിക്കാണുന്ന മുഴയാണല്ലോ പൂഞ്ഞ്. അതുപോലെ പർവ്വതത്തിൻ്റെ ഭാഗങ്ങളിൽ ഏറ്റവും ഉയരത്തായി കാഴ്ചയിൽപ്പെടുന്നത് അതിൻ്റെ കൊടുമുടിയുമായിരിക്കും. അതുപോലെ ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങളിൽ സൂറത്തുൽ ബഖറ കൂടുതൽ മുഴച്ചു നിൽക്കുന്നുവെന്ന് സാരം. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് അവിടെ മുശ്രിക്കുകളുടെ ആധിപത്യവും സ്വാധീനവുമാണല്ലോ നടമാടിയിരുന്നത്. അതുകൊണ്ട് മക്കി കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിലെ പ്രധാന പരാമർശങ്ങൾ തൗഹീദിനെയും ഷിർക്കിനെയും സംബന്ധിച്ചായിരുന്നു. തിരുമേനിയും സഹാബികളും മദീനയിൽ ചെല്ലുമ്പോഴാകട്ടെ അവർ അവിടെ എത്തും മുമ്പ് തന്നെ അവിടെയുള്ള അറബികളിൽ വലിയൊരു വിഭാഗം സത്യവിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന് ഒരു തെളിഞ്ഞ അന്തരീക്ഷം അവിടെ സംജാതമായിട്ടുണ്ടായിരുന്നു. ആകയാൽ മനുഷ്യൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ മണ്ഡലങ്ങളിൽ ക്രിയാത്മകവും നിഷേധാത്മകമായും സ്വീകരിക്കപ്പെടേണ്ടുന്ന വിധിവിലക്കുകളും ഉപദേശനിർദ്ദേശങ്ങളും ആ സന്ദർഭത്തിൻ്റെ ആവശ്യമായിരുന്നു. മദീന ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ അവതരിച്ച ഈ സൂറത്തിൽ ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കപ്പെട്ടു കാണാം. അപ്പോൾ സൂറത്തിൽ ബഖറയിൽ ഈ മദനി സൂറത്തുകളിലൊക്കെ പ്രതിപാദ്യ വിഷയം എന്താണെന്നാണ് വളരെ ചുരുക്കി പറഞ്ഞത്. അതേസമയത്ത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഒരു പുത്തൻ ശത്രു സമൂഹത്തെ അവിടെ നേരിടേണ്ടി വന്നിരുന്നു. അതെ, യഹൂദികളെ. ദൈവിക മതത്തിൻ്റെയും പ്രവാചക പാരമ്പര്യത്തിൻ്റെയും കുത്തകാവകാശം വാദിച്ചിരുന്ന അവർ വാസ്തവത്തിൽ ആ രണ്ടിനോടും നാമമാത്ര ബന്ധം പോലുമില്ലാത്തവണ്ണം ദുഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇസ്ലാമിനെതിരിൽ യഹൂദികൾ സ്വീകരിച്ചു വന്ന വിദ്വേഷവും വൈരാഗ്യവും പകയും അസൂയയുമെല്ലാം പ്രസിദ്ധമാണ്. ഈ സൂറത്തിൽ നല്ലൊരു ഭാഗം അവരെ സംബന്ധിക്കുന്നതാകുവാൻ കാരണം അതാണ്. കിട്ടുന്ന പഴുതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ഗൂഢാലോചനകൾ നടത്തുവാൻ ഒരുമ്പെട്ടിരുന്ന മറ്റൊരു ശത്രു വിഭാഗവും അവിടെ രംഗത്തുണ്ടായിരുന്നു. മുനാഫിഖുകൾ, അതായത് കപടവിശ്വാസികൾ. സ്വാർത്ഥങ്ങളും താൽക്കാലിക കാര്യലാഭങ്ങളും ഓർത്ത് പ്രത്യക്ഷത്തിൽ ഇസ്ലാമിൻ്റെ വേഷം അണിഞ്ഞിരുന്ന ഇവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളല്ലായിരുന്നു. ഇവരെക്കുറിച്ചും ഈ സൂറത്തിൽ പലതും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ മറ്റു സൂറത്തുകളിൽ കാണപ്പെടാത്ത ചില പരാമർശങ്ങളും ഉപമകളും സംഭവ കഥകളും മറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ ഉള്ള പ്രതിപാദ്യ വിഷയങ്ങളാണ് പരാമർശിക്കുന്നത്. സൂറത്തുൽ ബഖറ, അതായത് പശുവിൻ്റെ അധ്യായം എന്ന് ഇതിന് പേര് വരാൻ കാരണം ഇസ്രായേല്യരിൽ കഴിഞ്ഞുപോയ ഒരു പശുവിൻ്റെ സംഭവം ഇതിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓരോ സൂറത്തിലും വിവരിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പ്രത്യേക വിഷയത്തെ സൂചിപ്പിക്കുന്നതോ അതിൽ പ്രത്യേകം വന്നിട്ടുള്ള ഏതെങ്കിലും വാക്കുകളെ സൂചിപ്പിക്കുന്നതോ ആയ പേരുകളായിരിക്കും മിക്ക സൂറത്തുകളും അറിയപ്പെടുന്നത്. ചുരുക്കം ചിലതിന് പ്രതിപാദ്യ വിഷയത്തെ സൂചിപ്പിക്കുന്ന പേരുകളുമായിരിക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂറത്തുകൾ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ മാർഗമെന്ന നിലക്ക് മാത്രമാണ് അവയുടെ പേരുകൾ. അതുകൊണ്ട് ഒരേ സൂറത്തിന് തന്നെ ചിലപ്പോൾ ഒന്നിലധികം പേരുണ്ടായെന്നും വരും. വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അവയുടെ ക്രമീകരണത്തിലുമെല്ലാം ഖുർആന് അതിൻ്റേതായ പ്രത്യേക രീതികളാണുള്ളത്. ഇതിനെപ്പറ്റിയെല്ലാം മുഖവുരയിൽ വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതലൊന്നും പ്രസ്താവിക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ മുഹമ്മദ് അമാനി മുതലുള്ള ഖുർആൻ പരിഭാഷയുടെ മുഖവുരയിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർ സ്ഥാനങ്ങളാക്കരുത്. സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീടുകളിൽ നിശ്ചയമായും പിശാച് പ്രവേശിക്കുകയില്ല. അബൂദാവൂദ്, തിർമുദി, നസായി, മുസ്ലിം. ഖുർആൻ പാരായണം പോലെയുള്ള കാര്യങ്ങളൊന്നും നടത്താതെ വീടുകൾ മൂകവും ശൂന്യവുമാക്കരുതെന്നാണ് ഖബർസ്ഥാനമാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ഇതിൽ പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ഖബറുകൾ എന്തില്ല, ഖുർആൻ പാരായണമില്ല എന്നുകൂടി മനസ്സിലാക്കണം. നമ്മുടെ ആളുകളൊക്കെ
സമൂഹത്തിൽ ഉള്ള ഒരു അനാചാരമാണല്ലോ ഖബറിങ്ങളിലെ ഖുർആൻ പാരായണം. ഈ ഹദീസ് അതുകൂടി അറിയിക്കുന്നുണ്ടെന്ന് അർത്ഥം. ഇതുപോലെയുള്ള വേറെയും ഹദീസുകൾ കാണാം. ഒരിക്കൽ ഒരു കൂട്ടം ആളുകളെ ഒരു ഭാഗത്തേക്ക് നിയോഗിച്ചയച്ചപ്പോൾ അവരിൽ ഓരോരുത്തർക്കും ഖുർആൻ പാരായണം ചെയ്യാനുള്ള കഴിവ് നിസ്സാസം പരിശോധിക്കുകയുണ്ടായി. അവരിൽ വെച്ച് ഇളം പ്രായക്കാരനായ ഒരാൾ തനിക്ക് ഖുർആന്റെ ഇന്ന ഭാഗവും സൂറത്തുൽ ബഖറയും അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു, തൻ്റെ കൂടെ സൂറത്തുൽ ബഖറ ഉണ്ടോ? എന്നാൽ പോയിക്കൊള്ളുക, താൻ അവരുടെ അമീർ, അതായത് നായകൻ ആകുന്നു. തുർമുദി, നസായി, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാൻ തുടങ്ങിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നവാസ് ബിൻ സമആൻ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു: ഖുർആനും അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന അതിൻ്റെ ആൾക്കാരും ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും അവയുടെ ആളുകൾക്ക് വേണ്ടി അവരെ ന്യായീകരിച്ച് തർക്കം നടത്തിക്കൊണ്ട് അവരുടെ മുമ്പിൽ വരുന്നതാണ്. സുബ്ഹാനല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. തിരുമേനി അവക്ക് 3 ഉപമകളും വിവരിച്ചിരിക്കുന്നു. ഞാനത് ഇതുവരെയും മറന്നിട്ടില്ല. അതായത് അവ രണ്ട് മേഘങ്ങളെന്നോണം, അല്ലെങ്കിൽ കറുത്ത 2 തണലുകൾ എന്നോണം, അല്ലെങ്കിൽ അണിനിരന്ന 2 പക്ഷിക്കൂട്ടം എന്നോണം എന്നായിരുന്നു അത്. അത്ര പ്രാധാന്യമുണ്ട് ഈ സൂറത്തുകൾ പഠിക്കുന്നതിൽ എന്നാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ സൂറത്തു ബഖറയുടെയും ആയത്തുൽ കുർസി മുതലായ അതിലെ പ്രത്യേകം ചില ആയത്തുകളുടെയും ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന പല ഹദീസുകളും റിവായത്തുകളും ഉദ്ധരിക്കാനുണ്ട്. ചിലതൊക്കെ സന്ദർഭം പോലെ അതത് സ്ഥാനങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ഈ സൂറത്തിലും പ്രസ്തുത ആയത്തുകളിലും അടങ്ങിയ വിഷയങ്ങളുടെ പ്രാധാന്യവും മഹത്വവുമാണ് അതെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമ കാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അലിഫ് ലാം മീം. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ആ ഗ്രന്ഥം, അതിൽ സന്ദേഹമേ ഇല്ല, അത് മാർഗദർശനമത്രേ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതായത് അദൃശ്യത്തിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ, നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അത് നബിയെ, നിന്നിലേക്ക് ഇറക്കപ്പെട്ടതിലും നിന്റെ മുമ്പായി ഇറക്കപ്പെട്ടതിലും വിശ്വസിക്കുന്നവരും പരലോകത്തിലാകട്ടെ അവ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യും. ഇവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ. പിന്നെ അതിൻ്റെ അടുത്ത ആയത്താണ് ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അക്കൂട്ടർ തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സന്മാർഗത്തിലാകുന്നു. അക്കൂട്ടർ തന്നെയാണ് വിജയികളും. ഇനി നമ്മൾ പരീക്ഷ എഴുതുന്ന ആളുകളെന്ന നിലക്ക് അതിലെ പദങ്ങളൊക്കെ മനസ്സിലാക്കണം. അലിഫ് ലാം മീം, ദാലിക, ആ, അത്, രണ്ടർത്ഥം അതിനുണ്ട്. ആ എന്നും അത് എന്നും. അൽ കിതാബ്, ഗ്രന്ഥമാണ്. ലാ റൈബ, സന്ദേഹമേ ഇല്ല. സന്ദേഹം എന്ന് പറഞ്ഞാൽ സംശയം എന്നർത്ഥം. ഫീഹി, അതിൽ, ഹുദൻ, മാർഗദർശനമാണ്. ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഭയഭക്തന്മാർക്ക്. പിന്നെ അല്ലദീന, യാതൊരു കൂട്ടർ, യുഅ്മിനൂന, അവർ വിശ്വസിക്കും, ബിൽ ഗൈബി, അദൃശ്യത്തിൽ, വയുഖീമൂന, അവർ നിലനിർത്തുകയും ചെയ്യും, അസ്വലാത്ത, നമസ്കാരം, വമിമ്മ, യാതൊന്നിൽ നിന്ന്, റസഖ്ന, നാം നൽകിയിരിക്കുന്നു, ഹും, അവർക്ക്, യുൻഫിഖൂൻ, അവർ ചെലവഴിക്കും. വല്ലദീന, യാതൊരു കൂട്ടരും, യുഅ്മിനൂന, അവർ വിശ്വസിക്കും, ബിമാ ഉൻസില, ഇറക്കപ്പെട്ടതിൽ, ഇലൈക, നിന്നിലേക്ക്, വമാ ഉൻസില, ഇറക്കപ്പെട്ടതിലും, മിൻ ഖബ്ലിക, നിന്റെ മുമ്പ്,
വബിൽ ആഖിറത്തി പരലോകത്തിലാകട്ടെ ഹും അവർ യൂഖിനൂൻ ദൃഢമായി വിശ്വസിക്കുന്നു. ഉലായിക അക്കൂട്ടർ അലാ ഹുദൻ സന്മാർഗത്തിലാണ് മിർ റബ്ബിഹിം തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള. ഉലായിക അക്കൂട്ടർ ഹും അവർ തന്നെ അൽ മുഫ്ലിഹൂൻ വിജയികൾ. ഖുർആനിലെ 29 സൂറത്തുകളുടെ ആരംഭത്തിൽ ഇതുപോലെയുള്ള ഏതാനും കേവലാക്ഷരങ്ങൾ കാണാവുന്നതാണ്. അത് ഓർത്തു വെക്കണം. ഖുർആനിലെ 29 സൂറത്തുകൾക്ക് ഇതുപോലെ അലിഫ്ലാം മീം, അലിഫ്ലാം റോ, സ്വാദ്, ഖാഫ് തുടങ്ങി 29 സൂറത്തുകൾക്ക് ഇതുപോലെ കേവലം അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളുണ്ട്. തുടർന്നുള്ള വാക്യങ്ങളുമായി ഘടനാപരമായോ അർത്ഥപരമായോ ആയ ബന്ധമില്ലാത്തവയായതുകൊണ്ട് ഇവക്ക് അൽ ഹുറൂഫുൽ മുഖത്തഅ, ഇതിൻ്റെ അർത്ഥം എന്താണ്? വേറിട്ടു നിൽക്കുന്ന അക്ഷരങ്ങൾ എന്ന് പറയപ്പെടുന്നു. ചില സൂറത്തുകളുടെ ആരംഭത്തിൽ സ്വാദ്, നൂൻ പോലെ ഒരക്ഷരം മാത്രമായും, ചിലതിൽ ഹാമീം, ത്വാഹ പോലെ രണ്ടക്ഷരമായും, ചിലതിൽ അലിഫ് ലാം മീം, അലിഫ് ലാം റോ മൂന്നക്ഷരമായും, ചിലതിൽ അലിഫ് ലാം മീം റോ, അലിഫ് ലാം മീം സ്വാദ് ഇങ്ങനെ 5 തരത്തിൽ ഇത് 4 അക്ഷരമായും, ചിലതിൽ കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഹാമീൻ ഐൻ സീൻ ഖാഫ് ഇങ്ങനെ 5 അക്ഷരമായും വന്നിട്ടുണ്ട്. ഇവയിൽ തന്നെ ഒന്നിലധികം സൂറത്തിൽ ആവർത്തിക്കപ്പെട്ടവയും തീരെ ആവർത്തിക്കപ്പെടാത്തവയും കാണാം. ഇത്തരം അക്ഷരങ്ങളെപ്പറ്റി പ്രധാനമായി 2 അഭിപ്രായങ്ങളാണ് നിലവിലുള്ളത്. ഒന്ന്, അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ നിക്ഷേപിച്ചു വച്ചിട്ടുള്ള ഒരു രഹസ്യമാണത്, അവയിൽ നാം വിശ്വസിക്കുന്നു, അവയുടെ അർത്ഥമോ വ്യാഖ്യാനമോ നമുക്കറിഞ്ഞുകൂടാ. ഇതാണ് ഒരഭിപ്രായം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും അജ്മഈൻ മുതലായ സ്വഹാബി വര്യന്മാരും ഷഅബി, സുഫിയാനു സൗരി റഹിമഹുമുള്ള പോലെയുള്ള താബിഉകളായ ഹദീസ് പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗവും ഈ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള രഹസ്യമാണത്, അവയിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ്? അവയിൽ ചില സാരങ്ങളും സൂചനകളും അടങ്ങിയിട്ടുണ്ട്. അത് നാം ചിന്തിച്ചും പരിശോധിച്ചും മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ നിലപാട്. എന്നാൽ അവയുടെ വ്യാഖ്യാനത്തിലോ അവയിലടങ്ങിയ സൂചന രഹസ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിലോ ഇവർക്ക് യോജിച്ച അഭിപ്രായം കാണുകയില്ല. വ്യത്യസ്തമായ സമീപനങ്ങളാണുള്ളത്. അവയിൽ കൂടുതൽ പ്രസക്തമായതിന് ചുരുക്കം ഇതാകുന്നു. പിന്നെ അത് വിശദമായി പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇന്ന് വായിച്ച് മനസ്സിലാക്കിയത്. എല്ലാവരും മനസ്സിരുത്തി കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമ് കൂടുതൽ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.